നമസ്കാരം, ഞാൻ ശ്രീദത്ത്. പ്രധാന വാർത്തകൾ. ലഹരിക്കെതിരെ കാഞ്ഞിരപ്പള്ളി MLA റോണി കെ ബേബി നേതൃത്വം നൽകുന്ന ക്യാമ്പയിൻ ശനിയാഴ്ച ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തുടക്കം കുറിക്കും. 3 ഘട്ടങ്ങളിലായി പ്രവർത്തനം. ആഞ്ഞടിച്ച് ഓപ്പറേഷൻ തൂഫാൻ. മണർകാട് കാവുംപടിയിൽ വാടക വീട്ടിൽ നിന്നും 5 കഞ്ചാവ് ചെടികളും 5 ഗ്രാം കഞ്ചാവും പിടികൂടി. ഈരാറ്റുപേട്ടയിൽ 10,000 പാക്കറ്റ് നിരോധിത പുകയിലോൽപ്പന്നങ്ങളുമായി ഒരാൾ പിടിയിൽ. എക്സൈസിന്റെ ഓപ്പറേഷൻ തണ്ടർ. കോട്ടയം ചെങ്ങളത്ത് MDMAയുമായി ദമ്പതികളും യുവാവും പിടിയിൽ. കണ്ണികളെ നിരീക്ഷിച്ച് എക്സൈസ് സംഘം. കോട്ടയം നഗരത്തിലെ തട്ടുകടകൾക്ക് സമയക്രമീകരണം വരുന്നു. ബജിക്കടകളടക്കം നിയന്ത്രിക്കും. വൃത്തിഹീനമായി ഭക്ഷണം കൊടുക്കുന്ന സ്ഥാപനങ്ങൾ പൂട്ടിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ. വാർത്തകൾ വിശദമായി. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തോടനുബന്ധിച്ച് കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിലെ സ്കൂളുകളെ ബന്ധിപ്പിച്ച് കാഞ്ഞിരപ്പള്ളി MLAയുടെ നേതൃത്വത്തിൽ ക്യാമ്പയിൻ ആരംഭിക്കുന്നു. ക്യാമ്പയിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച പൊൻകുന്നം ഹോളി ഫാമിലി പാരിഷ് ഹാളിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. ഇന്ന് സമൂഹത്തെ കാർന്നു തിന്നുന്ന ഒരു മഹാവിപത്താണ് ലഹരി ഉപയോഗം. ആഭ്യന്തര വകുപ്പിന്റെ ഓപ്പറേഷൻ തൂഫാനിലൂടെ യുവതലമുറയെ ലഹരിയുടെ പിടിയിൽ നിന്നും മുക്തരാക്കുന്നതിനായി ശക്തമായ നടപടികളും സംസ്ഥാന വ്യാപകമായി നടന്നുവരികയാണ്. ഇതിന്റെ ചുവട് പിടിച്ച് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി കാഞ്ഞിരപ്പള്ളി MLA പ്രൊഫസർ റോണി കെ ബേബിയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ തുടങ്ങുന്നു. കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിലെ സ്കൂളുകളുമായി സഹകരിച്ചാണ് യുവതലമുറയെ ലഹരിയിൽ നിന്നും മുക്തരാക്കുന്നതിനായി ക്യാമ്പയിൻ നടത്തുന്നത്. ബോധവൽക്കരണം, കൌൺസിലിംഗ്, ഡി അഡിക്ഷൻ സെന്ററുകളുടെ സേവനം എന്നിങ്ങനെ 3 ഘട്ടങ്ങളിലായാണ് ക്യാമ്പയിൻ നടത്തുന്നതെന്ന് പ്രൊഫസർ റോണി കെ ബേബി MLA പറഞ്ഞു. ഒരു ജനപ്രതിനിധി നിലയിൽ ഒരു ക്യാമ്പയിൻ ആരംഭിക്കുകയാണ്. ഇതിന് 3 തലങ്ങളിലാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തേത് എന്ന് പറയുന്നത് ബോധവൽക്കരണം. ഇപ്പോൾ 28 സ്കൂളുകൾ, 30 സ്കൂളുകൾ, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി ഉൾപ്പെടെ 30 സ്കൂളുകളാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത് നമ്മുടെ നിയോജകമണ്ഡലത്തിലുള്ളത്. അവിടങ്ങളിലെല്ലാം ചെന്ന് നമ്മളതിൻ്റെ ബോധവൽക്കരണ പരിപാടികൾ മുഴുവൻ കുട്ടികളെയും സ്കൂളുകളിൽ നമുക്കറിയാം NSS ഉണ്ട്, സ്കൗട്ടുണ്ട്, NCC ഉണ്ട്, ലിറ്റിൽ കിഡ്സ് ഉണ്ട്. അതുപോലെയുള്ള സ്കൂളിൽ പ്രവർത്തിക്കുന്ന നിരവധിയായ ക്ലബ്ബുകളുണ്ട്. PTA അധ്യാപകരുടെയും എല്ലാം പിന്തുണയോടുകൂടി ഈ ഒരു വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ബോധവൽക്കരണ യജ്ഞം, അതിന് ബഹുമാനപ്പെട്ട പോലീസ്, എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റുകളും ഈ മേഖലയിൽ വൈദഗ്ധ്യം നേടിയ ആളുകളുമുണ്ട്. അവരുടെ സേവനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ സ്കൂളുകളിലും മുഴുവൻ കുട്ടികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ലഹരിയുടെ അപകടത്തെക്കുറിച്ച്, തിന്മയെക്കുറിച്ച് ഒരു ബോധവൽക്കരണ യജ്ഞമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് 1ാം ഘട്ടത്തിൽ. ക്യാമ്പയിനിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച പകൽ 12 മണിക്ക് പൊൻകുന്നം ഹോളി ഫാമിലി പാരിഷ് ഹാളിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. നാളെ നടക്കുന്ന അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് കൂട്ടയോട്ടവും സംഘടിപ്പിച്ചിട്ടുണ്ടെന്നും MLA അറിയിച്ചു. പൊൻകുന്നത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ MLAയെ കൂടാതെ ജില്ലാ പഞ്ചായത്ത് അംഗം അഭിലാഷ് ചന്ദ്രൻ, DEO റോഷ്നി അലിക്കുഞ്ഞ്, CI ഇന്ദ്രജിത്ത് എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. മണർകാട് കാവുംപടിയിൽ വാടക വീട്ടിൽ നിന്നും 5 കഞ്ചാവ് ചെടികളും 5 ഗ്രാം കഞ്ചാവും പിടികൂടി. 10 സെന്റിമീറ്ററിലധികം ഉയരമുള്ളതാണ് കഞ്ചാവ് ചെടികൾ. സംഭവവുമായി ബന്ധപ്പെട്ട് ഏലപ്പാറ സ്വദേശി ബിബിനെ എക്സൈസും പോലീസും തിരയുന്നു. മണർകാട് കാവുംപടിയിലെ വാടക വീട്ടിൽ നിന്നും 5 കഞ്ചാവ് ചെടികളും 5 ഗ്രാം കഞ്ചാവും എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടി. ഏലപ്പാറ സ്വദേശി ബിബിൻ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് മുറിയിൽ നിന്നും 10 സെന്റിമീറ്ററിലധികം ഉയരമുള്ള 5 കഞ്ചാവ് ചെടികളും കഞ്ചാവും എക്സൈസ് സംഘം കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് ബിബിനെ കണ്ടെത്തുന്നതിനായി എക്സൈസും പോലീസും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ സമയം ബിബിന്റെ ഭാര്യയും കുഞ്ഞും ബന്ധുക്കളായ 2 സ്ത്രീകളുമാണ് വീട്ടിലുണ്ടായിരുന്നത്. ആദ്യഘട്ടത്തിൽ ഇവ പയർച്ചെടികളാണെന്നും തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ ചെടികൾ ബിബിനാണ് വളർത്തിയതെന്നും ഇവർ മൊഴി നൽകിയതായി എക്സൈസ് അധികൃതർ അറിയിച്ചു. സ്പെഷ്യൽ സ്ക്വാഡ് ഇൻസ്പെക്ടർ R ദർശകിന്റെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ B ആനന്ദ്രാജ്, ഹരിഹരൻ പോറ്റി, M നൌഷാദ്, ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർ പ്രവീൺ ശിവാനന്ദ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ദീവീഷ്, യേശുദാസ്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ KM പ്രിയ എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധന നടത്തിയത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ ഈരാറ്റുപേട്ടയിൽ നിന്ന് 10,000 പാക്കറ്റ് നിരോധിത പുകയില ഉത്പന്നങ്ങളും വ്യാജ സിഗരറ്റും പിടിച്ചെടുത്തു. ഇതുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് റസാഖ് എന്നയാൾ പോലീസ് പിടിയിലായി. ഓപ്പറേഷൻ തൂഫാൻ പരിശോധനയുടെ ഭാഗമായി ഈരാറ്റുപേട്ട ഇളപ്പൊങ്കലിലെ വീട്ടിൽ നിന്നും 10,000 പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും വ്യാജ സിഗരറ്റും കണ്ടെടുത്തു. ഈരാറ്റുപേട്ട പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു വീട്ടിൽ പരിശോധന നടത്തിയത്. ഈരാറ്റുപേട്ട പീടികത്താഴത്ത് മുഹമ്മദ് റസാഖാണ് പിടിയിലായത്. കണ്ടെടുത്തവയിൽ വ്യാജ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമുണ്ട്. വീടിന്റെ ടെറസിൽ നിന്നും ഉള്ളിൽ നിന്നുമായി 16 ചാക്കുകളിലായാണ് പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയത്. ന്യൂസ് ബ്യൂറോ, പാല. എക്സൈസിന്റെ ഓപ്പറേഷൻ തണ്ടർ മിന്നൽ പരിശോധനയിൽ കോട്ടയം ചെങ്ങളത്ത് MDMAയുമായി ദമ്പതികളും മറ്റൊരു യുവാവും പിടിയിലായി. ഇവരിൽ നിന്നും 13 ഗ്രാം MDMAയും കഞ്ചാവും പിടിച്ചെടുത്തു.
കോട്ടയം ചെങ്ങളം മോർക്കാട് ഭാഗത്ത് എക്സൈസിന്റെ ഓപ്പറേഷൻ തണ്ടർ മിന്നൽ പരിശോധന. ദമ്പതികൾ താമസിക്കുന്ന വീട്ടിൽ നിന്നും ഓട്ടോയിൽ നിന്നുമായി 13 ഗ്രാം MDMA-യും കഞ്ചാവും പിടിച്ചെടുത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് കോട്ടയം പനച്ചിക്കാട് കുന്നംപറമ്പിൽ മനു KG, ചെങ്ങളം മോർക്കാട് കണിയാമ്പറമ്പിൽ സുധി ജബ്ബാർ, ഭാര്യ അൽഫിയ എന്നിവരെ എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് ഇൻസ്പെക്ടർ ദർശകാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടി. എക്സൈസ് സംഘത്തെ കണ്ട് ഓടി രക്ഷപ്പെട്ട കേസിലെ പ്രധാന പ്രതിയായ സുധി ജബ്ബാർ പിന്നീട് എക്സൈസ് ഓഫീസിലെത്തി കീഴടങ്ങി. ഇന്നലെ രാത്രിയായിരുന്നു കേസിന് ആസ്പദമായ സംഭവം. ചെങ്ങളം ഭാഗത്ത് എക്സൈസ് സംഘം വാഹന പരിശോധന നടത്തുന്നതിനിടെയാണ് സംശയാസ്പദമായ സാഹചര്യത്തിൽ ഓട്ടോറിക്ഷ കണ്ടെത്തിയത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഓട്ടോറിക്ഷയ്ക്കുള്ളിൽ നിന്നും 1.092 ഗ്രാം MDMA-യും 6.12 ഗ്രാം കഞ്ചാവും കണ്ടെത്തി. എക്സൈസ് സംഘത്തെ കണ്ട് ചെങ്ങളത്തെ ഒരു ഇടവഴിയിലേക്ക് ഓടിച്ചു കയറ്റിയ ഓട്ടോറിക്ഷയ്ക്ക് പിന്നാലെ എക്സൈസ് സംഘം ഓടിയെത്തി. ഈ ഓട്ടോറിക്ഷയിൽ നിന്നും പിടിയിലായ കോട്ടയം പനച്ചിക്കാട് സ്വദേശി മനുവിനെ ചോദ്യം ചെയ്തതോടെയാണ് ഇയാൾക്ക് ലഹരി വസ്തുക്കൾ എവിടെ നിന്നാണ് ലഭിക്കുന്നതെന്ന് വ്യക്തമായത്. തുടർന്ന് എക്സൈസ് സംഘം ലഹരി മാഫിയ സംഘത്തിലെ പ്രധാനിയെന്ന് സംശയിക്കുന്ന സുധി ജബ്ബാറിന്റെ ചെങ്ങളം മോർക്കാട് ഭാഗത്തെ വീട്ടിൽ പരിശോധന നടത്തി. വീടിനുള്ളിലെ കിടപ്പുമുറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന 12.1157 ഗ്രാം MDMA ഈ പരിശോധനയിലാണ് കണ്ടെത്തിയത്. വീട്ടിലേക്ക് എക്സൈസ് സംഘം പരിശോധനയ്ക്കെത്തിയത് കണ്ട് പ്രതി സുധി ജബ്ബാർ ഓടി രക്ഷപ്പെട്ടു. തുടർന്ന് എക്സൈസ് സംഘം ഇയാളുടെ ഭാര്യയെ കസ്റ്റഡിയിലെടുത്തു. ഇവരുടെ അക്കൗണ്ടിലേക്കാണ് ലഹരി മരുന്നുകൾ വിൽക്കുന്നതിന്റെ പണം ലഭിച്ചിരുന്നതെന്നാണ് എക്സൈസ് സംഘത്തിന് ലഭിക്കുന്ന വിവരം. പിന്നീട് കേസിലെ പ്രധാന പ്രതിയായ സുധി ജബ്ബാർ കോട്ടയം എക്സൈസ് ഓഫീസിലെത്തി കീഴടങ്ങി. ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ചോദ്യം ചെയ്തു വരികയാണ്. ഓപ്പറേഷൻ തണ്ടറിൻ്റെ ഭാഗമായി കോട്ടയം എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് പാർട്ടി ഇൻസ്പെക്ടർ ദർശകൻ്റെ നേതൃത്വത്തിൽ രാത്രികാല പരിശോധനയുടെ ഭാഗമായി ചെങ്ങളം ഭാഗത്ത് നടത്തിയ പരിശോധനയിലാണ് മനു എന്ന് പറയുന്ന ആളെ ഏകദേശം 1 ഗ്രാമിലധികം MDMA-യുമായി പിടികൂടി. ഞാൻ ഓട്ടോയിൽ MDMA കടത്തിക്കൊണ്ടുവന്നത് പിടികൂടി. തുടർന്ന് നടത്തിയ വിശദമായ പരിശോധനയിൽ ഞാൻ ഒരു ദമ്പതികളായ സുധി ജബ്ബാർ, അൽസിയ ജമാലുദ്ദീൻ എന്നിവരെ എതിരെ ഏകദേശം 12.55 ഗ്രാം MDMA-യുമായി പിടികൂടി. ഈ പറയുന്ന സുധി ജബ്ബാറിനെ സ്പോട്ടിൽ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. വനിതയായ അൽഫിയ ജമാലുദ്ദീനെ സ്പോട്ടിൽ അറസ്റ്റ് ചെയ്തു. തുടർ നടപടികൾ സ്വീകരിച്ചു. മൂന്നാം പ്രതിയായിട്ട് നമ്മൾ ഈ സുധി ജബ്ബാറിനെ കേസെടുത്തിരുന്നു. ഞാൻ ഇവിടെ ഓഫീസിൽ നേരിട്ടെത്തി കീഴടങ്ങിയതിനെ തുടർന്ന് അയാളുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ബാക്കി തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നു. എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് ഇൻസ്പെക്ടർ ദർശകാറിന്റെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ B. ആനന്ദ്രാജ്, M. നൌഷാദ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ദിബീഷ് KC, യേശുദാസ് TA, ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർ അഫ്സൽ കുട്ടി, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ KM പ്രിയ, സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ ബിബിൻ ജോയ് എന്നിവരുടെ നേതൃത്വത്തിലാണ് MDMA പിടികൂടിയത്. കോട്ടയം ജില്ലയിൽ അടുത്ത കാലത്ത് പിടികൂടുന്ന ഏറ്റവും വലിയ MDMA വേട്ടയാണ് ഇന്ന് നടന്നതെന്ന് എക്സൈസ് സംഘം അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം നഗരത്തിലെ തട്ടുകളുടെ പ്രവർത്തനം ക്രമീകരിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ MP സന്തോഷ് കുമാർ. ബജിക്കടകളടക്കം പ്രവർത്തനം നിയന്ത്രിക്കും. വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ ഭക്ഷണം വിളമ്പുന്ന സ്ഥാപനങ്ങൾ പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്നും നഗരസഭാ ചെയർമാൻ പറഞ്ഞു. കോട്ടയം നഗരത്തിലെ തട്ടുകടക്കാരുടെ പ്രവർത്തനം ക്രമീകരിക്കാൻ നഗരസഭ മുൻകാലങ്ങളിൽ തട്ടുകടകളുടെ പ്രവർത്തനങ്ങളിൽ നിയന്ത്രണം ഉണ്ടായിരുന്നു. രാത്രി 8 മുതൽ 12 വരെയായിരുന്നു ഇവരുടെ സമയക്രമം. എന്നാൽ കുറച്ചു വർഷമായി ഈ സമയക്രമം പാലിക്കാറില്ല. സമയം പാലിക്കുന്നതിന് അടിയന്തരമായി തീരുമാനമെടുക്കും. വൃത്തിഹീനമായ നിലയിൽ പ്രവർത്തിക്കുന്ന തട്ടുകടകളെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല. നഗരത്തിലെത്തുന്നവർക്ക് വൃത്തിയുള്ള ഭക്ഷണം കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെയാവണം തട്ടുകടകളുടെ പ്രവർത്തനം. തട്ടുകടകളിൽ ജോലി ചെയ്യുന്നവർക്ക് ഹെൽത്ത് കാർഡ് ഉറപ്പാക്കുമെന്ന് ചെയർമാൻ MP സന്തോഷ് കുമാർ പറഞ്ഞു. നമ്മുടെ കോട്ടയം നഗരസഭ കഴിഞ്ഞ 2 ദിവസമായി കോട്ടയം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഹോട്ടലുകളിലുള്ള പരിശോധന നടന്നു വരികയാണ്. അത് കഴിഞ്ഞ ദിവസം 40ഓളം കടകളിൽ പരിശോധിച്ചിരുന്നു. ആ കടകളിൽ പരിശോധിച്ചതും ഇതുപോലെ വൃത്തിഹീനമായ സാഹചര്യമുള്ളവർക്കൊക്കെ നോട്ടീസ് കൊടുത്ത് നടപടികളിലേക്ക് കടന്നിരിക്കുക. ചില ഹോട്ടലുകൾ ഇനി അത് വൃത്തിയാക്കാതെ അല്ലെങ്കിൽ അതിന്റെ കിച്ചൺ അടക്കമുള്ളത് ക്രമപ്പെടുത്താതെ പ്രവർത്തിക്കരുതെന്നുള്ള നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടിയന്തരമായി അങ്ങനെയുള്ളത് ശരിയായ രീതിയിൽ അത് മെയിൻ്റനൻസ് നടത്തി പ്രവർത്തന സജ്ജമാക്കി കഴിഞ്ഞ് അവിടെ ആ ഹോട്ടൽ പരിപാടി നടത്താൻ പറ്റുള്ളൂ എന്ന് അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഇന്നലെ വീണ്ടും നമ്മൾ പരിശോധന നടത്തിയിട്ടുണ്ട്. നമ്മൾ ഓരോ പ്രദേശത്തും പരിശോധന നടത്തുമ്പോൾ നമുക്കറിയാം, ഒരു പ്രദേശത്ത് പരിശോധന നടത്തുമ്പോൾ മറ്റുള്ളവർ പെട്ടെന്ന് അറിയും. അപ്പോൾ ഒരു ദിവസം കൊണ്ട് പൂർണ്ണമായും എല്ലായിടത്തും ചെല്ലാൻ പറ്റാതെ വരും. അല്ലെ ചെല്ലുമ്പം യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പൂർണ്ണമായും ഹോട്ടലുകളിൽ കയറാനാണ് തീരുമാനം. അതിൻ്റെ ഭാഗമായി ഇന്നലെ 22ഓളം ഷോപ്പുകളിൽ കയറിയിട്ടുണ്ട്. 22ഓളം ഷോപ്പുകളിൽ കയറുമ്പോൾ നമുക്ക് ആഹാര സാധനങ്ങൾ, അത് ഹോട്ടലാകാം, അല്ലെങ്കിൽ നമ്മളുടെ കോൾഡ് സ്റ്റോറേജ് ആകാം, അതോടൊപ്പം കാപ്പിയും ഡ്രിങ്ക്സും കൊടുക്കുന്ന കൂൾ ബാറുകൾ അടക്കമുള്ളതുണ്ടാകാം. അപ്പോൾ അവിടെയെല്ലാം നമ്മൾ വൃത്തി പരിശോധിക്കും. ഈ ഗ്ലാസുകൾ കഴുകുന്ന വെള്ളത്തെക്കുറിച്ച് പരിശോധിക്കും. ഇവിടെ ജ്യൂസിനൊക്കെ ഉപയോഗിക്കുന്ന വെള്ളം ഏതാണ്, അല്ലെ കാപ്പിക്ക് ഉപയോഗിക്കുന്ന വെള്ളം ഏതാണെന്ന് പരിശോധിക്കും. അങ്ങനെ
പൂർണ്ണമായും ശുദ്ധജലത്തിൽ ഈ കാര്യങ്ങളൊക്കെ നടത്താനുള്ള ക്രമീകരണത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളുടെ പരിശോധന. തട്ടുകടകൾക്കൊപ്പം ബജിക്കടകളെയും നിയന്ത്രിക്കും. രാവിലെ മുതൽ വൈകിട്ട് വരെ ഇത്തരം കടകൾക്ക് പ്രവർത്തിക്കാൻ അനുമതി നൽകില്ല. വൃത്തിയുള്ള ഭക്ഷണം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് നഗരസഭ ആരോഗ്യ വിഭാഗം പരിശോധനകൾ നടത്തുന്നത് എന്നും MP സന്തോഷ് കുമാർ അറിയിച്ചു. ബാർ, ഹോട്ടലുകൾ അടക്കം ഹോട്ടലുകളിലെ പരിശോധനകൾ തുടരുമെന്നും ചെയർമാൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പൊൻകുന്നം മുണ്ടയ്ക്കൽ ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ സേവാ ക്ഷേത്രത്തിൽ കുടിയിരിപ്പ് മഹോത്സവം നടന്നു. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി നിരവധി ഭക്തർ ക്ഷേത്ര ചടങ്ങുകളിൽ പങ്കാളികളായി. വിഷ്ണുമായ ചാത്തൻ സ്വാമിയും മുണ്ടിൻ മലവാഴി പരദേവതയും തുല്യ പ്രാധാന്യത്തോടെ കൂടിയിരിക്കുന്ന കേരളത്തിലെ ഏക ക്ഷേത്രമായ പൊൻകുന്നം മുണ്ടയ്ക്കൽ ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ സേവാ ക്ഷേത്രത്തിൽ കുടിയിരിപ്പ് മഹോത്സവം നടന്നു. രാവിലെ പാസാദ പ്രതിഷ്ഠ, പീഠപ്രതിഷ്ഠ എന്നിവയ്ക്ക് ശേഷം ജീവകലശവും ശ്രീ വിഷ്ണുമായ ചാത്തൻ സ്വാമിയുടെ വിഗ്രഹവും എഴുന്നള്ളിച്ചു. തുടർന്ന് ശ്രീ വിഷ്ണുമായ ചാത്തൻ തമ്പുരാന്റെ കുടിയിരുത്തി ജീവകലശാഭിഷേകവും പ്രാണപ്രതിഷ്ഠയും നടന്നു. ഡോക്ടർ സുനിൽ അയ്യങ്കോൽ പടിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും നിരവധി ഭക്തരാണ് ക്ഷേത്ര ചടങ്ങുകളിൽ പങ്കെടുക്കാനെത്തിയത്. കേട്ടറിഞ്ഞ് വന്നതാണ്. ഫേസ്ബുക്കിൽ ഞാൻ മെസ്സേജ് എത്തിയപ്പോൾ സ്വാമിൻ്റെ ഇത് കാണുന്നുണ്ട്. പക്ഷെ വരുന്ന സമയത്ത് ഞാൻ തീരെയും രാത്രിയുടെ വക്കീലിൽ നിന്ന ആളാണ്. അപ്പോൾ സ്വാമി എന്നെൻ്റെ കൈ കിട്ടിയോ അന്ന് തൊട്ട് ഇന്ന് വരെയും ഞാനത് ജീവിച്ചു. മുന്നിലേക്ക് എനിക്ക് പ്രതീക്ഷിക്കാത്ത അത്രയ്ക്കുള്ള ഭാഗ്യങ്ങളും കാര്യങ്ങളും എൻ്റെ ഭഗവാൻ എനിക്ക് തന്നിട്ടുണ്ട്. ഇവിടെ വന്നതിന് ശേഷം എൻ്റെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കുട്ടികളുടെ രോഗാവസ്ഥ, സാമ്പത്തിക ബുദ്ധിമുട്ട്, കുടുംബത്തിലെ കുറേ പ്രശ്നങ്ങൾ, എല്ലാത്തിനും ഇത് പരിഹാരം സ്വാമിക്ക് വന്നതിന് ശേഷമാണ്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. വാഴൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ മാലിന്യ സംസ്കരണം എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി. തുടർന്ന് സ്കൂളിലെ ജൂനിയർ റെഡ് ക്രോസ് കേഡറ്റുകൾ വാഴൂർ ബ്ലോക്കിലെ റിസോഴ്സ് റിക്കവറി ഫെസിലിറ്റി സന്ദർശിച്ചു. പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച് ഒരു മാസം നീണ്ടു നിൽക്കുന്ന പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വാഴൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ മാലിന്യ സംസ്കരണം എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളിൽ മാലിന്യ സംസ്കരണത്തിന്റെ പ്രാധാന്യം, ഉറവിടതല മാലിന്യ വേർതിരിക്കൽ, പുനരുപയോഗം, പുനഃചംക്രമണം എന്നിവയെക്കുറിച്ചുള്ള അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. ക്ലീൻ കേരള കമ്പനിയുടെ നേതൃത്വത്തിലാണ് ക്ലാസ് നടത്തിയത്. ക്ലീൻ കേരള കമ്പനി സെക്ടർ കോർഡിനേറ്റർ അൻഷാദ് ഇസ്മായിൽ ക്ലാസിന് നേതൃത്വം നൽകി. തുടർന്ന് സ്കൂളിലെ ജൂനിയർ റെഡ് ക്രോസ് കേഡറ്റുകൾ വാഴൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ ക്ലീൻ കേരള കമ്പനി പ്രവർത്തിപ്പിക്കുന്ന റിസോഴ്സ് റിക്കവറി ഫെസിലിറ്റി സന്ദർശിച്ചു. അവിടെ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള അജൈവ മാലിന്യങ്ങളുടെ വേർതിരിക്കൽ, ബെയിലിംഗ്, സംഭരണം എന്നിവ നേരിൽ കണ്ട് മനസ്സിലാക്കുകയും മാലിന്യ സംസ്കരണത്തിന്റെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ച് വിശദമായി അറിയുകയും ചെയ്തു. അധ്യാപകരായ ശ്രീജിത്ത് MS, പ്രീതിമോൾ TP എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പാലാ സിവിൽ സ്റ്റേഷൻ ജംഗ്ഷനിൽ ദിശ ബോർഡും റൗണ്ടാനയും സ്ഥാപിച്ചു. ദിശാ ബോർഡില്ലാതെ ബുദ്ധിമുട്ടുകയായിരുന്നു യാത്രക്കാർ. പാലാ സിവിൽ സ്റ്റേഷൻ ജംഗ്ഷനിൽ താൽക്കാലികമായി ദിശാ ബോർഡും റൗണ്ടാനയും സ്ഥാപിച്ചു. ദിശാ ബോർഡ് ഇല്ലാത്തത് വാഹനയാത്രക്കാർക്ക് ദുരിതമായിരുന്നു. ദൂരസ്ഥലങ്ങളിൽ നിന്നും എത്തുന്ന വാഹന ഡ്രൈവർമാർ തിരിഞ്ഞു പോകേണ്ട വഴിയറിയാതെ ബുദ്ധിമുട്ടുകയായിരുന്നു. കോട്ടയം റൂട്ടിൽ നിന്നും ബൈപ്പാസ് വഴി വരുന്ന വാഹനങ്ങളും തൊടുപുഴ, ഉഴവൂർ, രാമപുരം തുടങ്ങിയ ഭാഗത്തു നിന്നും പാലാ നഗരത്തിലെത്തുന്ന വാഹനങ്ങളും ഇവിടെ എത്തുമ്പോൾ തിരിഞ്ഞു പോകേണ്ട വഴി അറിയാതെ വിഷമിക്കുകയാണ്. ഇവിടെ മുൻപുണ്ടായിരുന്ന ദിശാ ബോർഡ് വാഹനം ഇടിച്ച് നശിച്ചിരുന്നു. പാലാ നഗരത്തിലെ പ്രധാനപ്പെട്ട ജംഗ്ഷനായ ഇവിടെ റൗണ്ടാനയും ദിശാ ബോർഡും സ്ഥാപിക്കണമെന്ന പരാതിയും ഉയർന്നിരുന്നു. റൗണ്ടാന ഇല്ലാത്തത് വാഹന അപകടങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. മണി സി കാപ്പൻ MLA നിർദ്ദേശപ്രകാരം PWDയുടെ നേതൃത്വത്തിൽ താൽക്കാലിക റൗണ്ടാന സ്ഥാപിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലാ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലഹരിക്കെതിരെ കാഞ്ഞിരപ്പള്ളി MLA റോണി കെ ബേബി നേതൃത്വം നൽകുന്ന ക്യാമ്പയിൻ ശനിയാഴ്ച ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തുടക്കം കുറിക്കും. 3 ഘട്ടങ്ങളിലായി പ്രവർത്തനം. ആഞ്ഞടിച്ച് ഓപ്പറേഷൻ തൂഫാൻ. മണർകാട് കാവുംപടിയിൽ വാടക വീട്ടിൽ നിന്നും 5 കഞ്ചാവ് ചെടികളും 5 ഗ്രാം കഞ്ചാവും പിടികൂടി. ഈരാറ്റുപേട്ടയിൽ 10,000 പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി ഒരാൾ പിടിയിൽ. എക്സൈസിന്റെ ഓപ്പറേഷൻ തണ്ടർ. കോട്ടയം ചെങ്ങളത്ത് MDMAയുമായി ദമ്പതികളും യുവാവും പിടിയിൽ. കണ്ണികളെ നിരീക്ഷിച്ച് എക്സൈസ് സംഘം. കോട്ടയം നഗരത്തിലെ തട്ടുകടകൾക്ക് സമയക്രമീകരണം വരുന്നു. ബജിക്കടകളടക്കം നിയന്ത്രിക്കും. വൃത്തിഹീനമായി ഭക്ഷണം കൊടുക്കുന്ന സ്ഥാപനങ്ങൾ പൂട്ടിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.